മരിച്ചുപോയി എന്ന് പറഞ്ഞ് വോട്ടർ പട്ടികയിൽ നിന്ന് പേര് വെട്ടിയ ആളുകളുമായി ഇരുന്ന് രാഹുൽ ഗാന്ധി ചായ കുടിച്ചത് വലിയ തോതിൽ വൈറലായിരുന്നു. സമാനമായ ഒരു സാഹചര്യത്തിലാണ് ഞാനും ഉള്ളത്. പാലക്കാട് ജില്ലയിലെ പല്ലശ്ശേന പഞ്ചായത്തിൽപ്പെട്ട 34 വയസ്സുള്ള രമേശ് മരിച്ചുവെന്ന കാരണം പറഞ്ഞാണ് വോട്ടർ പട്ടികയിൽ നിന്ന് പേര് വെട്ടിയത്. വയോധികയായ തങ്ക എന്ന ഇവരുടെയും പേര് വെട്ടിയത് മരിച്ചുപോയി എന്ന് പറഞ്ഞാണ്. എന്തായാലും ഇരുവരും നമ്മോട് പ്രതികരിക്കും. അമ്മ, ഇപ്പോൾ വോട്ടർ പട്ടികയിൽ നേരത്തെ പേരൊക്കെ ഉണ്ടായിരുന്നു, അത് ഈ മരിച്ചുപോയി എന്ന് പറഞ്ഞ് വെട്ടിക്കളഞ്ഞല്ലേ? മരിച്ചുപോയി പറഞ്ഞ് വെട്ടിക്കളഞ്ഞിന്റെ മനെ അതുകൊണ്ട് ഞാൻ ഏത് പറഞ്ഞിട്ട് പറയട്ടെ എന്ന് എൻ്റെ മക്കളെ ഞാൻ ചേർത്തിട്ട് തന്നെ എനിക്ക് അറിയുള്ളൂ. ഇപ്പൊ ഈ നേരത്തെ വോട്ട് ചെയ്തതാണ്, വോട്ട് ചെയ്തതാണല്ലേ നേരത്തെ? ഇപ്പൊ ഈ പഞ്ചായത്ത് പോയിട്ട് ചോദിച്ചില്ലേ എന്റെ വോട്ട് എന്തിനാ വെട്ടിയെന്ന്? അപ്പൊ എന്താ അവര് പറഞ്ഞ്? അതൊന്നും മിണ്ടിയിട്ടില്ല. ഞാൻ കേട്ട് അത് മിണ്ടിയില്ല. ഞാൻ അവരുടെ കൊണ്ട് കേൾക്കണം. കാരണം എന്താ മക്കളെ എന്താണ് ഇമ്മാരി എന്ത് ചെയ്തത് കേട്ടു. അപ്പം മക്കളെ അവരുടെ ഒന്നും രക്തം പോലും അവർക്ക് മിണ്ടിയില്ല. ഞാൻ അറിഞ്ഞു വന്നു. ഈ മരിച്ചു എന്ന് പറഞ്ഞിട്ടാണല്ലോ പേര് വെട്ടിയത്. ജീവനോട് ഇരിക്കുന്ന എന്നെ എന്തിനാണ് മരിച്ചു എന്ന് പറഞ്ഞ പേര് വെട്ടിന്ന് ചോദിച്ചോ? ഞാൻ ചോദിക്കാൻ ചോദിക്കുമ്പോഴേക്ക് അതുവരെ വെപ്പിടുത്തം കൊള്ളണു. എന്താ അമ്മനിങ്ങനെ പറഞ്ഞു, എന്താ അമ്മനിങ്ങനെ പറഞ്ഞു അവരെ പറഞ്ഞു. പിന്നെ ഞാൻ എന്താ മക്കളെ ചോദിക്കാനുള്ളത്? അതുകൊണ്ട് ഞാൻ ചോദിച്ചിട്ടില്ല. ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇതിനെ കൊണ്ട് ഒന്നും വേണ്ടിയില്ല. മകന് അതിനൊന്നും അറിയില്ല. അവിടെ പോയി ചോദിച്ചിട്ട് ഉദ്യോഗസ്ഥരൊന്നും പറയുന്നില്ല അല്ലേ? ഒന്നും പറയുന്നില്ല. ഈ രമേശ്, നിങ്ങളുടെ കാര്യത്തിൽ എന്താ സംഭവിച്ചത്? ഞാനും ഈ ഇടയ്ക്ക് നോക്കുമ്പോഴാണ് നമ്മുടെ സുധീർ എന്ന നമ്മുടെ കൂട്ടുകാരൻ തന്നെയാണ്. അവ വന്ന് വോട്ട് ലിസ്റ്റിൽ പേരില്ല, എന്താ സംഭവം എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ വരെ ഞാൻ വോട്ട് ചെയ്തൊരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ പഞ്ചായത്തിൽ പോയി ചോദിച്ചപ്പോൾ സെക്രട്ടറിക്ക് പരാതിയും നൽകിയിട്ടുണ്ട്. അവിടെ പറഞ്ഞാൽ എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ആരും വലിയ മിസ്റ്റേക്ക് വന്നെന്ന് കഴിഞ്ഞാൽ അത് ഞങ്ങളൊന്ന് എൻക്വയറി നടത്തിയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് അറിയുള്ളൂ. മരിച്ചു എന്ന പേരിലാണ് വെട്ടിയിരിക്കുന്നത് അല്ലേ? മരിച്ചു എന്നുള്ള പേരിലാണ് വെട്ടിയിരിക്കുന്നത്. ഡെത്ത് എന്നാണ് എഴുതി കാണിക്കുന്നത് അതിൽ വോട്ട് ലിസ്റ്റിൽ. അതാ വല്ലാത്ത വിഷമം. ഒരു ജീവനോടുള്ള ഒരാളിനങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. അത് അറിഞ്ഞിട്ടാണോ അറിഞ്ഞാണെന്നുള്ളൊരു സംശയമുള്ളൂ. ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ അവരെന്താ പറയുന്നത്? അവർ ഞങ്ങൾക്ക് തന്ന റിപ്പോർട്ട് പ്രകാരമാണ് ഇവിടെ ഞങ്ങൾ ഇങ്ങനെ പേപ്പർ ഡെത്ത് ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത്. അത് ഇവിടെയുള്ള ആശാ വർക്കറോ അല്ലെങ്കിൽ ഞങ്ങളുടെ വാർഡ് മെമ്പറിൻ്റെ അടുത്ത് ഞങ്ങളൊന്ന് അന്വേഷിച്ച് മനസ്സിലാക്കട്ടെ. ചിലപ്പോൾ ഒരു വർഷം മുമ്പ് എൻ്റെ ജ്യേഷ്ഠൻ മരിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അതിൻ്റെ പേരിൽ ആൾ മാറിയിട്ട് ഇവർ വെട്ടിയതാണൊന്നും അറിയില്ല. പറയാം, ആ പുള്ളിക്ക് ചേട്ടനുകാരന് ആധാർ കാർഡോ അല്ലെങ്കിൽ വോട്ടോ ഇല്ല. പക്ഷേ ഈ ഇതില്ല. കഴിഞ്ഞ ലോക്സഭ വരെ ഞാൻ 10-15 വർഷമായിട്ട് വോട്ട് ചെയ്തതുകൊണ്ട് വരുന്നത്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ എന്താ വോട്ട് നമ്മുടെ ലിസ്റ്റ് വെട്ടാൻ കാരണം എന്ന് ഞാൻ ചോദിച്ച അപേക്ഷ കൊടുത്തിട്ടുണ്ട്, പരാതി കൊടുത്തിട്ടുണ്ട്. ഇപ്പം എന്താ വെച്ചാൽ അവർ ചെയ്യട്ടെ. അമ്മ, ഈ വോട്ട് ഇല്ലാതായി എന്ന് പറഞ്ഞപ്പോൾ സങ്കടം തോന്നിയോ? വോട്ട് ഇല്ലാതെ പറയുന്നത് സങ്കടം. 10 ഉറുപ്പിൻ്റെ കാല് എനിക്ക് എവിടെ നിന്ന് കിട്ടും? ഇനി സമ്പാദിക്കാൻ പോവോ? ഞാൻ എൻ്റെ മക്കൾ എന്താ പറഞ്ഞോളി, ഞാനും സമ്പാദിക്കാൻ പോവോ? ആ 10 ഉറുപ്പ്യ കിട്ടി എഴുതിണ്ടോ ഇപ്പറങ്ങിക്കും ചൂടുവെള്ളം കുടിക്കാൻ പോകും. അതിന് ഒരു കാര്യം ഞാൻ എന്ത് ചെയ്യും? പിന്നെ ഒരു കുട്ടി കൊണ്ടുവന്നിട്ടാണ് ഒരു മാനം മര്യാദ ശക്താട്ട് ഇട്ടേക്ക് കുറച്ച് കിടക്കും വേണ്ട. അപ്പോൾ ഇട്ടല് വഴി എനിക്ക് എന്ത് ചെയ്യില്ലേ? ഈ സാങ്കേതികമായ പിഴവ് സംഭവിച്ചു എന്നുള്ളതാണ് ഈ വിശദീകരണം നൽകുന്നത്. എന്തായാലും ജീവിച്ചിരിക്കുന്ന 2 പേരെയാണ് മരിച്ചു എന്ന് പറഞ്ഞ് വോട്ടർ പട്ടികയിൽ നിന്ന് പേര് വെട്ടിയിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിക്കണമെന്ന ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. സാജിദ് അജ്മൽ, മീഡിയ 1, പാലക്കാട്.